പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിൻ്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണവും സമയം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 23-ാം അധ്യായം. ബാലാമിന്റെ പ്രവചനങ്ങൾ. ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ 7 ബലിപീഠങ്ങൾ എനിക്കായി പണിയുക. 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക. ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടുത്തോട് പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കി. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് പറയുക. ബാലാക്കിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മോവാബിലെ പ്രഭുക്കന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മോവാബ് രാജാവ് പൗരസ്ത്യ ഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർഷിക്കുക. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർഷിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർഷിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിന്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും? ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? നീതിമാന്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എന്റെ അന്ത്യം അവൻ്റേതുപോലെ ആകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവചിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കേണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അവിടെ നിന്ന് നിനക്ക് അവനെ കാണാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിനെ സോഫിം വയലിൽ പിസ്ക മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക. ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിനെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മോവാബ് പ്രഭുക്കന്മാരോട് ഒത്ത് തന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളിച്ചത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു, ബാലാക്ക് ഉണർന്ന് ശ്രമിക്കുക. സീപ്പോറിന്റെ
സിപ്പോറിന്റെ പുത്ര, ശ്രദ്ധിച്ചു കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൻ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇതാ, ഒരു ജനം, സിംഹിയെ പോലെ അത് ഉണരുന്നു, സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, രക്തം കുടിക്കാതെ അടങ്ങുകയുമില്ല. ബാലാക്കിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാലാക്ക് അവനോട് പറഞ്ഞു, വരിക, മറ്റ് ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും. യെഷിമോനെതിരെയുള്ള പെയോർ മലമുകളിലേക്ക് ബാലാമിനെ അവൻ കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി ഒരു 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളയെയും 7 മുട്ടാടിനെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. നമ്മുടെ കർത്താവ് സ്തുതി.